Nishi's Kitchen Vlogs like Swagadam in Ndakitilla Ramassery Idli. Pinne adinte side dish aayittu kazhikkuna special idli podi undu adum kude undakkittunde appo idu rendu engane undakkunu nokkam. Oru bowl like 1/2 cup ponni pacheri ittu kodukka. Idinte kude 1/2 cup ponni pulungalari ittu kodukka. 1/4 cup ulunnu varippu cherkka. 1 teaspoon ഉലുവ ചേർക്കാം. ഇനി ഇതിലേക്ക് ഇതെല്ലാം കൂടി മുങ്ങി കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് 5-6 മണിക്കൂർ കുതിർത്ത് വെക്കാം. അരിയും ഉഴുന്നും ഉലുവയും കുതിർത്ത് വെച്ചത് 5 മണിക്കൂറിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനി അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ഈ അരിന്റെ ലെവലിന്റെ ഏകദേശം 1/4 ഭാഗം ലെവലിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ അരച്ചെടുക്കാം. ഇതിപ്പം അരച്ചെടുത്തിട്ടുണ്ട്. അധികം നൈസായിട്ട് അരയണ്ട, ചെറിയൊരു തരി ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത്ര കട്ടിക്കാണ് ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അരച്ചെടുത്തതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി അടച്ച് പൊങ്ങി വരാൻ വേണ്ടി 7-8 മണിക്കൂർ വെക്കാം. ഇപ്പൊ ഇഡലിക്ക് മാവ് അരച്ച് വെച്ചിട്ട് ഏകദേശം 8 മണിക്കൂറിനടുത്തായി. പാകത്തിന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിനി ഇളക്കി മിക്സ് ചെയ്യാം. മാവ് പൊങ്ങി വന്നത് കണ്ട മനസ്സിലാവും. ഇതിന് ചുട്ടെടുക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ മേലെ ആവി കയറാൻ ഹോളില എന്തെങ്കിലും ഒരു തട്ട് വെക്കാം. ഞാനിപ്പോ കുക്കറിന്റെ കൂടെ കിട്ടുന്ന തട്ടാ വെച്ചിട്ടുള്ളത്. ഇത് ട്രഡീഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ മേലെ നൂല് കെട്ടിട്ടാണ് ചെയ്യാറ്. നമുക്കിപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഉള്ള സാധനം വെച്ച് ചെയ്യുന്നത്. ഇതിന്റെ മേലെ ഒരു കോട്ടൺ തുണി വെള്ളം നനച്ച് വിരിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മേലെ റെഡിയാക്കി വെച്ച ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് വെച്ച് ചെറുതായി ഒന്ന് നിരത്തി കൊടുക്കാം. അധികം നിരത്തണ്ട. ഇതിന് അടച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കുന്ന ഒരു സ്പെഷ്യൽ ഇഡലി പൊടി ഉണ്ടാക്കാം. അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മട്ട പുഴുങ്ങലരി ഇട്ട് കൊടുക്കാം. ഇതിന് ഇളക്കി വറുത്തെടുക്കാം. ഇപ്പൊ അരി വറുത്തിട്ടായിട്ടുണ്ട്. അരി വറുത്തിട്ടാകുമ്പോൾ നല്ല പൊട്ടുന്ന ഒച്ചയുണ്ടാവും. പിന്നെ അത് പൊങ്ങി വന്ന് നല്ല ക്രിസ്പി ആവും. നല്ല വറുത്ത മണവും ഉണ്ടാവും. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും 1 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇനി തീ കത്തിച്ച് ഇത് ഇളക്കി വറുത്തെടുക്കാം. ഞാനിപ്പോ പിരിയൽ മുളകാണ് എടുത്തിട്ടുള്ളത്. മുളക് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് എടുക്കാം. അധികം എരിവാണെങ്കിൽ സാധാ മുളകും കൂടെ എടുക്കാം. പിന്നെ കുരുമുളകിന്റെ എരിവുണ്ട്, അതിന്റെ എരിവ് വെച്ച് ബാക്കി വേണ്ടുന്ന എരിവിന് മുളക് എടുക്കാം. ഈ കടലപ്പരിപ്പിന്റെയും ഉഴുന്നുപരിപ്പിന്റെയും കളർ മാറാൻ തുടങ്ങുമ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ച് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ കറുത്ത എള്ളും കുറച്ച് കറിവേപ്പിലയും ഇട്ട് വീണ്ടും ഇളക്കി വറുത്തെടുക്കാം. ഇപ്പം എല്ലാം പാകത്തിന് വറുത്തിട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നുള്ളു കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. ഇപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിന് കോരി മാറ്റാം. വറുത്തെടുത്തതെല്ലാം ചൂടാറിയിട്ടുണ്ട്. ഇതിന് പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം.
ഇനി ഇത് നന്നായി പൊടിച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഇഡ്ഡലിന്റെ കൂടെ സെർവ് ചെയ്യാം. ഇപ്പൊ ഇഡലി പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് പുറത്തേക്ക് എടുക്കാം. ഇഡലി ഇപ്പം പുറത്തേക്ക് എടുത്ത് കുറച്ച് ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഈ തുണിന്റെ അടിയിൽ ഞാൻ വെള്ളം നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇത് നടത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. ഞാനിപ്പോ 3 രാമശ്ശേരി ഇഡലി ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇഡലിപ്പൊടി വിളമ്പാം. ഇനി ഇതിന്റെ കൂടെ വിളമ്പാൻ വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ തേങ്ങാ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്. ലിങ്ക് താഴെ കൊടുക്കാം. നല്ല ടേസ്റ്റ് ആണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.